ഇത് കിരണിന്റെ അമ്മയുടെ റെസിപ്പിയാ. അല്ല, ഇന്ന് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിക്ക്. ഈ കറികൾ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കഴിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ. ചെറിയച്ഛന് കറികളൊക്കെ നന്നായി ഇഷ്ടായെന്ന് തോന്നല്ലോ. അതെ, എല്ലാം നന്നായിട്ടുണ്ട്. മഹിയേട്ടനപ്പോ നന്നായിട്ടുണ്ടെന്ന് പറയാനൊക്കെ അറിയാവോ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നന്നായിട്ടുണ്ടെങ്കിലല്ലേ നല്ലതെന്ന് പറയാൻ പറ്റൂ. ദുർഗയുടെ കൈപുണ്യം പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ആഹാ, അപ്പം ഈ കറികളൊക്കെ ഉണ്ടാക്കിയത് കിരണായിരുന്നല്ലേ? അതെ, ഇത് കിരണിന്റെ അമ്മയുടെ റെസിപ്പിയാ. അമ്മയെക്കുറിച്ച് ഓർക്കാൻ ഇത്തരം ചില രുചികൾ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അത് ശരിയാ, ആളുകൾ നമ്മളെ വിട്ട് പോയാലും ആ സ്വാദ് അങ്ങനെ നിലനിൽക്കും. നിങ്ങൾ ഇത്രയ്ക്ക് പറയാനും മാത്രമൊന്നുമില്ല. എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. അഷിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്ത് കഴിക്കുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, പിന്നെ വിശപ്പ് മാറണ്ടേ. ഇവിടെ ഇതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കഴിക്കുന്ന. അതെ, ഞാനും അതുകൊണ്ടാ കഴിക്കുന്നത്. കുറച്ചൂടെ. എന്ത് ചോദിച്ചാലും നിനക്കറിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോടാ ഡ്രൈവറെ. അവന്റെ ചിരി കണ്ടാ എത്ര ഇടി കിട്ടിയിട്ട് ഒരു അക്ഷരം പോലും പറയാതെ സഹിച്ചിരിക്കുക. ഇവൻ എന്തോ ഒരു മരുന്ന് അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഇവന്റെ മരുന്നൊക്കെ ഇറക്കാന് എനിക്കറിയാം. കുട്ടേട്ടാ, എന്തായി?
ഒന്നും ആയില്ല. ഇവനിപ്പോഴൊന്നും അറിയില്ലെന്ന് തന്നെ പറയുന്നത്. ഇനി അവനോടൊന്നും ചോദിക്കണ്ട. നമ്മൾ ആദ്യം പിടിച്ചുകൊണ്ടുവന്നവന്റെ കൂട്ടുകാരനെ ലോക്കൽ പോലീസിനെ ഏൽപ്പിച്ചു. അവനിനി കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. ഇവനെ ഇനി എന്താ ചെയ്യേണ്ട ജെഡി? സമൂഹത്തിന് ഭീഷണിയായവരെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഒരിക്കലും തിരിച്ചു വരാത്ത ഇടത്തേക്ക് അയക്കും. അതുവരെ ഇവൻ റെസ്റ്റ് എടുത്തോട്ടെ. ഹലോ, ഒരു ഇൻഫർമേഷന് വേണ്ടി വിളിച്ചതാ. എന്തായിരുന്നു? ചോദിച്ചോളൂ. മെയിനോന് വിഗ്രഹങ്ങളും ആന്റിക് മെറ്റീരിയൽസും വിദേശത്തേക്ക് കടത്തുന്നൊരു നെറ്റ്വർക്ക് ഉള്ളതായി അറിയാമോ? അറിയാം, പക്ഷെ അത് കുറച്ചു നാളായി ആക്റ്റീവ് അല്ലായിരുന്നു. അത് വീണ്ടും ആക്റ്റീവ് ആകാൻ പോകുന്നു. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ മോഷണം പോകുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറെ മോഷണങ്ങൾ ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ. മെയിനോന്റെ ഗ്യാങ്ങിലെ ഒരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. അയാൾ ആ പേരിലാണ് അവർക്കിടയിൽ അറിയപ്പെടുന്നത്. പക്ഷേ അയാളിൽ നിന്ന് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. മേനോന്റെ ഗ്യാങ്ങിലെ എല്ലാവരെയും അറിയാവുന്ന ഒരാളാണ് അയാൾ. അവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിച്ചാൽ ഒരുപാട് പേരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ സഞ്ജയ്. പിന്നെ കസ്റ്റംസിൽ സാമുവൽ എന്നൊരു ഓഫീസറുണ്ട്. അയാൾ മേനോന്റെ ആളാണ്. മേനോന്റെ ഇല്ലീഗൽ കൺസൈൻമെന്റുകൾ ഷിപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് അയാളാണ്. അയാളെ കൃത്യമായി ട്രാക്ക് ചെയ്താൽ വിഗ്രഹങ്ങൾ നാട് വിട്ടുപോകാതെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഞാൻ വിളിച്ചോളാം. ഇനിയും സഹായങ്ങൾ വേണ്ടിവരും. ഇടയ്ക്കൊക്കെ വാല്യൂ ഉള്ള ന്യൂസുകൾ തന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ഷുവർ, അത് പ്രതീക്ഷിക്കാം. താങ്ക് യു. സാറേ, ഞാൻ എത്തിയിട്ടുണ്ട്. ഓക്കെ സാർ. എത്തിയിട്ടുണ്ട്, വാ അങ്ങോട്ട് പോവാം.